ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സ്ട്രെയിറ്റ് ലൈനിലാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് പഠിച്ചത്. അപ്പോൾ ഇന്ന് കേർവ്ഡ് ലൈൻസിലും കോർണേഴ്സ് വരുന്ന ലൈൻസിലും ചെയ്ത് നോക്കാം. എന്നിട്ട് എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ത്രെഡ് ഇങ്ങനെ പിടിച്ചിട്ട് ക്ലോത്തിൻ്റെ താഴെ കൊണ്ടുവന്നിട്ട് നീഡിൽ വെച്ച് ത്രെഡ് മുകളിലേക്ക് വലിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യാൻ പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ചെറിയ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തു പോവാം. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ പോപ്ലിൻ കോട്ടൺ തന്നെ വാങ്ങിച്ച് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുകയെന്ന്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഇതിൽ കാണാൻ പറ്റും. ഞാൻ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ത്രെഡ് പിടിക്കുന്നത് കണ്ടോ. വളരെ കട്ടി കുറഞ്ഞൊരു കോട്ടൺ ക്ലോത്താണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ആ നീഡിലിൽ ആ ക്ലോത്തിൻ്റെ ത്രെഡ് ഇടയ്ക്കിടയ്ക്ക് പിടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഇങ്ങനെ വരുമ്പോൾ അത് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പോപ്ലിൻ കോട്ടൺ വാങ്ങി ചെയ്യാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്കത് ഫുൾ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത്രയും ചെറിയ ചെയിൻസ് ഇട്ട് ചെയ്യണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഒരുവിധം വലിയ ചെയിൻ ഇട്ട് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ കേർവ്ഡ് ലൈൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് കോർണേഴ്സ് വരുന്ന ലൈൻസ് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇവിടെയും ചെയ്യുന്നതിന് മുമ്പ് ചെയ്യാൻ പോകുന്നതിൻ്റെ റിവേഴ്സ് ഒരു സ്മോൾ ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ട് ചെയ്തു പോവാം. അപ്പോൾ നമ്മൾ ആ കോർണേഴ്സൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കോർണർ എത്തുമ്പോഴേക്കും ലാസ്റ്റ് കൊടുത്ത ചെയിൻ സ്റ്റിച്ചിൻ്റെ സൈഡിലായിട്ടൊരു സ്മോൾ ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ട് പോവാം. അതായത് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റായിട്ട് കണ്ടോ. അങ്ങനെ കൊടുക്കുമ്പോഴേക്കും നമുക്ക് ആ കോർണേഴ്സൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. കണ്ടോ, ലാസ്റ്റ് ചെയ്ത ചെയിൻ സ്റ്റിച്ചിൻ്റെ സൈഡിലായിട്ട് വരും. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ഡയറക്ഷൻ്റെ റിവേഴ്സായിട്ടും വരും. അങ്ങനെ ഒരു സ്മോൾ ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ട് ചെയ്യാം. അപ്പം നമുക്ക് അതും കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ രണ്ടും ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും 2 hours എങ്കിലും ഡെയിലി ആരി വർക്ക് ചെയ്ത് പഠിക്കാൻ മാറ്റിവെക്കുക. നിങ്ങൾ ചെയ്യുന്നതനുസരിച്ച് നിങ്ങളുടെ സ്പീഡും കൂടും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.